പ്രൈസ് ഗാഡ്. എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇസ്രയേലിൻ്റെ ചരിത്രത്തെ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് ഇസ്രയേലിൻ്റെ ചരിത്രത്തെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, സാധാരണയിൽ നിരീശ്വരവാദികൾ അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനുണ്ട്, ദൈവമുണ്ടോ എന്നുള്ളതാണ്. ദൈവമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് തൃപ്തികരമായ ഒരുപാട് മറുപടികൾ നമുക്ക് പറയാനുണ്ടെങ്കിലും അതിനകത്ത് നാം പറയുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള മറുപടി ഇസ്രയേൽ എന്നുള്ളതാണ്. കാര്യം, നാം വായിക്കുന്ന, നാം പഠിക്കുന്ന, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം ഒരു ഭാഗം ഇസ്രയേലിൻ്റെ ഹിസ്റ്ററിയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വലിയവനായ ദൈവം ഒരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തു. അവരിലൂടെ ദൈവം ഈ ഭൂമിയിൽ ചെയ്ത ദൈവപ്രവർത്തികൾ, ദൈവമുണ്ടെന്ന് ആ ജനത്തിലൂടെ ദൈവം തെളിയിച്ചു കൊടുത്ത, ആ ജനത്തിലൂടെ ഈ ലോകത്തിലെ സകലരെയും ദൈവം അനുഗ്രഹിച്ച ചരിത്രമാണ് ഇസ്രയേലിൻ്റെ ചരിത്രം. അതുകൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ ഹിസ്റ്ററി അത് പഠിക്കുന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ ഹേതുവായി തീരുമെന്നുള്ളത് കൊണ്ടാണ് ഇസ്രയേലിൻ്റെ ചരിത്രം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ചരിത്രം ആരംഭിക്കുന്നത് ഇന്നേക്ക് 4091 വർഷങ്ങൾക്ക് പുറകിൽ അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യനിലൂടെയാണ്. മെസൊപ്പൊത്താമിയയുടെ ഊരിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് തേരഹ് എന്നാണ്. വിരലുകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കി വിപണിയിൽ വിൽക്കുന്നതായിരുന്നു തേരഹിൻ്റെ തൻ്റെ തൊഴിലുകൾ. തേരഹിന് മക്കൾ 3 പേരാണ്: അബ്രഹാം, ഹാരാൻ, നാഹോർ. അതിൽ ഹാരാൻ ഊരിൽ വെച്ച് മരിച്ചു, തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. ഇതിനിടയിൽ സർവശക്തിയുള്ള ദൈവം അബ്രഹാം എന്ന മനുഷ്യനെ പേർ ചൊല്ലി വിളിച്ചു. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടണം. നിനക്കും നിന്റെ സന്തതിക്കും ഞാനൊരു ദേശത്തെ അവകാശമായി തരുമെന്ന് തനിക്ക് ദൈവം വാഗ്ദത്തം കൊടുത്തു. അങ്ങനെയാണ് അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യന് യാത്ര പുറപ്പെടുന്നത്. കാണിപ്പാനുള്ള ദേശമെന്നാണ് ദൈവം അരുളി ചെയ്തത്. ദേശത്തെ ദൈവം കാണിച്ചു കൊടുത്തില്ല. ആ ദേശത്തേക്ക് ഈ മനുഷ്യൻ പുറപ്പെടുകയാണ്. തൻ്റെ ഭാര്യ സാറയുണ്ട്, ഒരുപാട് ജോലിക്കാരുണ്ട്, കന്നുകാലികളുടെ ഇടയന്മാരുണ്ട്, തൻ്റെ സഹോദരനായിരിക്കുന്ന ഹാരാൻ്റെ സന്തതിയായിരിക്കുന്ന ലോത്തുണ്ട്. ഇങ്ങനെ ഒരു വലിയ ഗ്രൂപ്പായി ഇവർ യാത്ര ആരംഭിച്ചു. ഇന്ന് ഇസ്രയേൽ ഇരിക്കുന്ന ഇടമായിരിക്കുന്ന ഇടത്ത് അബ്രഹാം വന്നു ചേരുമ്പോൾ അവിടെ ഷേഖേം എന്ന് പറയുന്ന സ്ഥലത്താണ് അബ്രഹാം എൻട്രി ചെയ്യുന്നത്. നിന്റെ ഉള്ളങ്കാൽ പതിയുന്ന ദേശം നിനക്ക് ഞാൻ അവകാശമായി തരും, നിന്റെ തലമുറകൾക്ക് ഞാൻ അവകാശമായി തരുമെന്ന് സർവശക്തിയുള്ള ദൈവം വാക്ക് പറഞ്ഞ ദേശത്ത് ആ മനുഷ്യൻ വന്നു. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു, നീ ദേശത്തുകൂടെ നെടുകയും കുറുകയും നടക്കുക. അങ്ങനെ അബ്രഹാം ആ ദേശത്തുകൂടെ നെടുകയും കുറുകയും നടന്നു. വേദപുസ്തകം പഠിപ്പിക്കുന്ന ആദ്യത്തെ ക്രൂശ് നമുക്കവിടെ കാണാൻ പറ്റും. അബ്രഹാം ആ ലാൻഡിനെ സ്വന്തമാക്കിയത് ക്രൂശ് വരച്ചാണ്. നടന്ന് നെടുകയും കുറുകയും നടന്നു. ക്രിസ് ക്രോസ് എന്ന് പറയുന്ന വാക്ക് അല്ലേ, ദേശത്തുകൂടെ നെടുകയും കുറുകയും നടക്കുക. അങ്ങനെ ആ ഭൂമിയെ ദൈവം അവകാശമായി അബ്രഹാമിന് നൽകുകയാണ്. ഇവിടെ ഇസ്രയേൽ എന്ന് പറയുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട ജനത്തിൻ്റെ ആരംഭം കുറിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇസ്രയേൽ ഇന്നലെ, ഇസ്രയേൽ ഇന്ന്, ഇസ്രയേൽ നാളെ, ഈ 3 കാലഘട്ടങ്ങളെ നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നോട് ചേർന്ന് ഇസ്രയേലിൻ്റെ ചരിത്രത്തിലൂടെ യാത്ര ചെയ്യുവാൻ മനസ്സുള്ളവർ, നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അവർ അഭിമുഖീകരിച്ച യുദ്ധങ്ങൾ, അവരുമായി ദൈവം ഇടപെട്ട ഇടപെടലുകൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഭാവി എന്താണ്, ഇസ്രയേലിൻ്റെ അന്ത്യം എന്താണ്, ഇതും വിശുദ്ധ ബൈബിൾ തെളിവായി പഠിപ്പിക്കുന്നു. അങ്ങനെ ആദ്യം മുതൽ അവസാനം വരെയുള്ള അനുഗ്രഹിക്കപ്പെട്ട പരമ്പരകളായി ഇതിനെ ചെയ്യുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ.